കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം.എൽ.എമാരും അടക്കമുള്ളവർ ഇന്ന് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുകയാണ്. എന്നാൽ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കണക്കുകൾ നിരത്തി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. വാർത്തയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നമ്മോടൊപ്പം തത്സമയം അതിഥിയായി ചേരുകയാണ്. ശ്രീ വി മുരളീധരൻ, സ്വാഗതം. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നാരോപിച്ചാണ് 11 മണിക്ക് ജന്തർ മന്ദിറിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം.എൽ.എമാരും ഒക്കെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ളതിനപ്പുറത്ത് ഇതിനങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം, ചരിത്രപരമായിട്ടുള്ള തീരുമാനം എന്നൊക്കെ മുഖ്യമന്ത്രി നടത്തുന്നത് അതൊരു വാചക കസർത്ത് എന്നുള്ളതിനപ്പുറത്ത് ഇതിനൊരു പ്രാധാന്യമില്ല. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് 7 വർഷം തുടർച്ചയായിട്ട് ഇടതുമുന്നണി ഭരിച്ചതിന് ശേഷം നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ 8 വർഷം ഏതാണ്ട് വരാൻ പോകുന്നു. 2016 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 വർഷം പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് പ്രഖ്യാപിച്ചു വന്ന ആളുകൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. 2016 അവർ ഭരണത്തിൽ വന്നപ്പോൾ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പറഞ്ഞിരുന്ന കേരളത്തിന്റെ വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി, ആ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിന്റെ മൂലധന നിക്ഷേപം, കേരളത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ആ പ്രദേശത്ത്, സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഉണ്ടാകുന്ന മൂലധന നിക്ഷേപമാണ്. ആ മൂലധന നിക്ഷേപം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിലയിൽ തന്നെ തുടരുന്ന ഒരു സംസ്ഥാനം. ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിന് ജനങ്ങളെ നേരിടാൻ എന്തെങ്കിലും ഒരു ചെപ്പടി വിദ്യ വേണം. അതിന് ജനങ്ങളുടെ മുഴുവൻ സർക്കാരിനെതിരായിട്ടുള്ള അമർഷം, ആ അമർഷം ഞങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നത്, ഇത് കേന്ദ്രത്തിന്റെ ഞങ്ങളോടുള്ള വിവേചനം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഒരു പുതിയൊരു ഘട്ടം, അടുത്തൊരു ഘട്ടമാണിത്. ഇത് കഴിഞ്ഞാൽ ഇനിയും തുടരും. അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ, അല്ലെങ്കിൽ ഒരുപക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇടതുമുന്നണിക്ക് ഇതല്ലാതെ വേറെ ഒരു പ്രചരണവും നടത്താനില്ല. അതോടൊപ്പം ചില സാമുദായിക ശക്തികളെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും, ഈ 2 ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇടതുമുന്നണി ഈ പ്രചരണം മുഴുവൻ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പരിപാടിക്ക് വേറെ ഒരു പ്രാധാന്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.